നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ വാഗ്ദാനം കടമെടുത്താണെങ്കിലും കരുതൽ എന്നായിരുന്നു. കരുതലിന് പിന്നെ ഇന്ധന സെസ് കൂടി കൊടുക്കേണ്ടി വന്നു. നാളെ ബജറ്റാണ്. കടമെടുക്കാൻ ഇനി പറ്റില്ല എന്ന കേരളത്തിന്റെ ഹർജിയിൽ കേന്ദ്രം സുപ്രീം കോടതിയിൽ നിലപാടെടുത്തിരിക്കുന്നു. കടപരിധി വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രത്തിന് അവകാശമില്ല എന്നാണ് കേരളത്തിന്റെ നിലപാട്. സാമ്പത്തിക വർഷത്തിന്റെ അവസാനം തെരഞ്ഞെടുപ്പിന്റെ മുറ്റത്ത് കേന്ദ്രമാകെ കടുപ്പിച്ചാൽ കേരളം എന്തു ചെയ്യും? കടമെടുത്ത് മുടിഞ്ഞോ? കേന്ദ്രം കടുപ്പിക്കുന്നത് എന്തിന്? ബജറ്റിൽ പ്രതീക്ഷ വെക്കാമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വൈകുന്നേരം വിശദമായ ചർച്ചയ്ക്കായി മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ: CPM നിന്ന് അഡ്വക്കേറ്റ് K. സരൺകുമാർ, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, BJPയിൽ നിന്ന് ശ്രീ KVS ഹരിദാസ്. വിശദമായ ചർച്ചയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് K. സരൺകുമാർ. ബജറ്റിന്റെ തലേന്ന് കേന്ദ്രം ഒരു സാമ്പത്തിക കുറ്റപത്രം തന്നെ സുപ്രീം കോടതിക്ക് മുൻപാകെ എത്തിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണം പിടിപ്പുകേടാണ്, കെടുകാര്യസ്ഥതയാണ് എന്നാണ് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് കടപരിധി വർദ്ധിപ്പിച്ച് കിട്ടാവുന്ന സാമ്പത്തിക സമാഹരണത്തിലേക്ക് ബജറ്റ് ദിനം കണ്ണുവെക്കേണ്ടതില്ല എന്ന തുറന്ന പ്രഖ്യാപനം. കേരളത്തിന്റെ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക രംഗം കൂടുതൽ കടുക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ അടുത്ത ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ സംസ്ഥാനങ്ങളുടെ കടം അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ ശതമാനം തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനായാലും കടമെടുക്കാനുള്ള ശതമാനം തുല്യമാണ്. എന്നാൽ കേന്ദ്രത്തിൻ്റെ കടം എടുക്കാനുള്ള ശതമാനം 3% നിന്ന് 6.8% ഉയർത്തുകയും അത്തരത്തിൽ കടമെടുത്തു പോവുകയും ചെയ്യുന്നു. സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ 4.5%, 5% വരെ GDPയുടെ കടമെടുക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ കേരളത്തിൻ്റെ കടമെടുപ്പ് തോത് 3% നിന്ന് 2.5% കുറച്ചതാണ് ഇവിടുത്തെ ചോദ്യം. കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 അനുസരിച്ച് കടമെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് നിബന്ധനകൾ വയ്ക്കാം. ആ നിബന്ധനകൾ വയ്ക്കാവുന്നത് കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്ന കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സംസ്ഥാനം സ്വമേധയാ ബഡ്ജറ്റിന് പുറത്ത് സംസ്ഥാന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എടുക്കുന്ന കടത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വാദമാണ്, ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ് സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിക്ക് മുന്നിൽ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് കടമെടുക്കുന്നതോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് തന്നെ അനുവദിക്കുന്ന കടത്തിൻ്റെ ശതമാനത്തിലുണ്ടാകുന്ന വ്യത്യാസമോ അല്ല ഇവിടെ പ്രശ്നം. മറിച്ച് കേരളം ബഡ്ജറ്റിന് പുറത്തു നിന്ന് കേരളത്തിനകത്തു നിന്ന് തന്നെ പണം കണ്ടെത്തി പശ്ചാത്തല വികസന രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുതാര്യമായിട്ടുള്ള ഇടപാട്, കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള സംവിധാനം, ആ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങളിൽ ഇപ്പോൾ 2018, 2021 നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ഇടപെടലുകൾ, ആ ഇടപെടലിനെയാണ് ഏറ്റവും ഗൗരവത്തോടെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 13-ാം തീയതി വിശദമായിട്ടുള്ള വാദത്തിനിരിക്കുമ്പോൾ അതിൽ ഒരു കൗണ്ടർ അഫിഡവിറ്റാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കേസാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ പോലും പരമാവധി ക്ഷമിച്ചിട്ടാണ് നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. അത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ ഗവർണർമാർക്ക് അന്ത്യശാസനം കിട്ടുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫെഡറൽ രാജ്യത്ത് കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്നവ ഇന്ന കാര്യങ്ങൾ, സംസ്ഥാനത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇന്നത്, കേന്ദ്രവും സംസ്ഥാനവും കൂടി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, അവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വ്യക്തമായി തന്നെ പാർട്ട് 12 തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശദമാക്കിയിട്ടുണ്ട്. ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കിൾ 268 മുതൽ 293 വരെ ഫിനാൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആണ് വിശദീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധൃതി പിടിച്ചൊരു കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് അതിൽ പുവർ മാനേജ്മെന്റ് ആണ് കേരളത്തിന്റെ എന്ന് സൂചിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള വാദത്തെയും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതിനെ വളരെ നിശ്ചിതമായി തന്നെ എതിർക്കും. അതിന് 2 കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളോഹരി ഒരാൾക്ക് കേരള ഗവൺമെന്റ് ചെലവഴിക്കുന്നത് 3359 രൂപയാണ് ഒരു വർഷം ചെലവഴിക്കുന്നത്. എന്നാൽ ഈ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ചെലവഴിക്കുന്നത് 1803 ആണ്. അതായത് ഒരാളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്റ്റേറ്റ് ചെലവഴിക്കുന്ന തുകയുടെ പകുതി മാത്രമാണ് മറ്റു സംസ്ഥാനങ്ങൾ ചെലവഴിക്കുന്നത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരള സ്റ്റേറ്റ് ഒരാൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് 7885 രൂപയാണ് ആളോഹരി. എന്നാൽ മറ്റു സംസ്ഥാനം
4510 മാത്രമാണ്. അതും മറ്റ് സംസ്ഥാനങ്ങളുടെ ഇരട്ടിയാണ്. അപ്പോൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെല്ലാം ഓരോ വ്യക്തിക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ആളോഹരി ഇടപെടലിന്റെ ഭാഗത്തെല്ലാം നാം ഒന്നാമതായി മാറിയിരിക്കുന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോഴെല്ലാം നാം കുതിച്ചു നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായി തന്നെയാണ്. ആർട്ടിക്കിൾ 293 3 293 4 അത് തന്നെ ഈ പറയുന്ന അഫിഡവിറ്റിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതായത് പേജ് 6-ൽ 11ാമത്തെ പാരഗ്രാഫിൽ ഇതേ പ്രൊവിഷൻസ് എടുത്തുകൊണ്ട് പറയുന്നത് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരുകൾ ആനുവൽ ബോറോയിങ് ലിമിറ്റ് എക്സീഡ് ചെയ്യരുത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നു പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ കടപരിധി നിയന്ത്രിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്രം സുപ്രീം കോടതിയിൽ വിശദീകരിക്കുന്നത്. പിന്നെ അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, അതായത് 3% ആണ് കേരളത്തിന് അനുവാദം നൽകിയിരിക്കുന്നത്, 5% വരെ എടുക്കാൻ മറ്റു സംസ്ഥാനങ്ങളെ അനുവദിച്ചിട്ടുണ്ട് എന്ന്. അത് ഏതു സംസ്ഥാനങ്ങളാണ് എന്ന് അങ്ങേക്ക് വ്യക്തമാക്കാമോ? കാരണം ഈ അഫിഡവിറ്റിൽ തന്നെ 8ാമത്തെ പേജിൽ 13ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് 3% ഓഫ് ദ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GSDPയുടെ 3% മാത്രമേ എല്ലാ സർക്കാരുകൾക്കും എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ്. ഏതു സംസ്ഥാനങ്ങൾക്കാണ് 3% എന്നുള്ള ഈ പൊതു തത്വം ലംഘിച്ചുകൊണ്ട് 5% വരെ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്? ഞാനതിലേക്ക് വരാം. ഒന്ന്, കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കിൾ 293 3 4 ഉദ്ധരിച്ചുകൊണ്ട് അത് നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്നത്, അത് കൃത്യമായി കേന്ദ്രം നൽകുന്ന കടവും ഈ രാജ്യത്തിന് പുറത്തുനിന്ന് എടുക്കുന്ന കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കിഫ്ബി പണം കണ്ടെത്തുന്നതും പെൻഷൻ ഫണ്ട് ബോർഡ് പണം കണ്ടെത്തുന്നതും ഈ കേരളത്തിനുള്ളിൽ നിന്ന് തന്നെയാണ്. അത് കാലാകാലങ്ങളിൽ തിരിച്ചടയ്ക്കാൻ ഉള്ള സാധ്യതകൾ കൂടി നന്നായി വിശദീകരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റിന് പുറത്തുനിന്ന് പണം കണ്ടെത്തി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 2018 വരെ ഇത്തരത്തിൽ ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ആദ്യം നിയന്ത്രണം വരുന്നത് പബ്ലിക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പൊ PF അക്കൗണ്ടിൽ കിടക്കുന്ന തുക, ഒരു സർക്കാർ ജീവനക്കാരന്റെ PF അക്കൗണ്ട് ചിലപ്പോൾ 35-40 വർഷത്തോളം ആ അക്കൗണ്ടിൽ കിടക്കുന്ന തുക, അത്തരത്തിലുള്ള തുകകൾ ഗവൺമെന്റ് ഏതെങ്കിലും സംവിധാനത്തിൽ ഉപയോഗിച്ചാൽ അത് കടമെടുപ്പ് തോതിന്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തുന്ന ആദ്യ തീരുമാനം വന്നത് 28/8/2018 അതുപോലെ തന്നെ ഇവിടെ സർക്കാരിന്റെ 31/3/2021 കിഫ്ബിയും പെൻഷൻ ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അപ്പോൾ 2018 മുമ്പ് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. കാരണം കിഫ്ബിയൊക്കെ അതിന് മുമ്പ് തന്നെ ആരംഭിച്ചതാണല്ലോ, നമുക്ക് അറിയാം. അപ്പോൾ സംസ്ഥാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്പെട്ടുകൊണ്ട് ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടെത്തി പശ്ചാത്തല വികസന രംഗത്ത് കാര്യക്ഷമമായിട്ട് ഇടപെടുവാനും അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കുന്ന മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2018 കൂടി ഇറങ്ങി തിരിച്ചതാണ്, അല്ലെങ്കിൽ പുറപ്പെടുവിച്ചതാണ്. ഞാൻ ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയാമോ അങ്ങ്? 5% GSDPയുടെ 5% കടമെടുക്കൽ പരിധി ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്? ഒന്ന്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. രണ്ടാമത്തേത്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രം പറയുന്നത് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാനുള്ള അവകാശം കേന്ദ്രത്തിനുണ്ട് എന്നാണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ വെച്ചുകൊണ്ട് നിയന്ത്രിക്കാനുള്ളതിൽ നമ്മൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിരിക്കുന്ന കാര്യം ഒരിക്കലും കേന്ദ്രം അനുവദിക്കുന്ന കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ സംസ്ഥാനം സ്വമേധയാ ബഡ്ജറ്റിന് പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെ ഇന്ന രൂപത്തിൽ എന്ന് നിയന്ത്രിക്കാൻ 293 ഉപവകുപ്പുകൾ പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന് അനുവാദമില്ല. അതാണ് ഏറ്റവും ആദ്യം ഈ SLPയിൽ സംസ്ഥാന ഗവൺമെന്റ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 13. ഞാൻ മനസ്സിലാക്കുന്നത് ഗുജറാത്തും ഉത്തർപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ബോറോവൽ ലിമിറ്റായ 3% മുകളിൽ 3 to 5% വരെ ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റും ഞാനിപ്പോൾ അയച്ചു തരാം. ഓക്കെ, ശരി. അത് നമുക്ക് BJP പ്രതിനിധിയോട് ചോദിക്കുകയും ചെയ്യാം. അതായത് ഈ ധനകാര്യ കമ്മീഷനുകൾ കാലാകാലങ്ങളിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകൾ, RBIയുടെ റിപ്പോർട്ടുകൾ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അഫിഡവിറ്റ് കേന്ദ്രം ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ കേരളത്തെ 3 സംസ്ഥാനങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അതിൽ UPയും ഗുജറാത്തും ഇല്ല, പഞ്ചാബാണ് ഒരു സംസ്ഥാനം ഉള്ളത്.
മറ്റൊന്ന് പശ്ചിമ ബംഗാളാണ്. ഈ 3 സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രശ്നമാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമുക്ക് ബി.ജെ.പിയുടെ പ്രതിനിധിയോട് ചോദിക്കുകയും ചെയ്യാം. ഡോക്ടർ ജിൻഡോ ജോൺ, പശ്ചാത്തല വികസനം എന്ന കാര്യം 2 തവണ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ എടുത്തു പറയുന്നുണ്ട്. പശ്ചാത്തല വികസനത്തിന് കൂടുതൽ പണം വിപണിയിലേക്ക് എത്തിക്കാൻ അടക്കമുള്ളതാണ് കിഫ്ബി അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ കേരളം ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും പുവർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രം ഉന്നയിക്കുന്ന ഒരു കുറ്റാരോപണം എന്ന് പറയുന്നത് ലോവസ്റ്റ് പെർസെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. 1.1% മാത്രമാണ് നമ്മുടെ ആകെ വരുമാനത്തിന്റെ നമ്മുടെ ആകെ വിഭവങ്ങളുടേത് പശ്ചാത്തല വികസന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പശ്ചാത്തല വികസനത്തിന് വേണ്ടി ചിലവാക്കുന്നത് എന്നുള്ള ആരോപണമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കടമെടുക്കുന്നത്, അത് പ്രൊഡക്റ്റീവായിട്ടുള്ള ഏരിയകളിൽ വിന്യസിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പശ്ചാത്തല വികസന സൗകര്യ രംഗത്തിന് വേണ്ടിയാണ് കിഫ്ബി അടക്കമുള്ള ഓഫ് ബജറ്റ് ബോറോയിങ് എന്ന കേരളത്തിന്റെ വാദം കേന്ദ്രം ഖണ്ഡിക്കുകയാണ് സുപ്രീം കോടതിയിൽ, രാഷ്ട്രീയ പ്രസംഗ വേദികളിലല്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്രം അങ്ങനെ പറയുന്നത് കള്ളമാണോ, അതോ കേരളത്തിന്റെ അവകാശവാദം കള്ളമാണോ? മാധു, അരുൺകുമാർ സൂചിപ്പിച്ചത് കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിക്ക് ബദലായിട്ട് അവർ തിടുക്കപ്പെട്ട ഒരു അഫിഡവിറ്റ് കൊടുത്തു തിടുക്കപ്പെട്ട ഒരു അഫിഡവിറ്റ് കൊടുത്തു എന്നുള്ള വാദത്തോട് യോജിപ്പില്ല. കാരണം കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്ത ബജറ്റ് അവർ കൊടുത്ത അഫിഡവിറ്റ് തിടുക്കപ്പെട്ടു എന്ന് പറയുന്ന ആ വാദം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു കടമെടുപ്പ് കേരളത്തെക്കാൾ കടമെടുപ്പ് കൂടുതലുള്ള സ്റ്റേറ്റുകളുണ്ടെന്ന്. എനിക്കതിനോട് അദ്ദേഹം പറഞ്ഞ ക്ലാരിറ്റി കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തർപ്രദേശും ബീഹാറും ഒക്കെയാണ്. ഞാൻ പരിശോധിച്ചിടത്തോളം പഞ്ചാബും പശ്ചിമ ബംഗാളും ഒക്കെയാണ് അതിൽ കൂടുതൽ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ മായി കമ്പയർ ചെയ്യുമ്പോൾ കടമെടുപ്പ് പരിധി കൂടുതലായിട്ട് കാണുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ബംഗാളും പശ്ചിമ ബംഗാളും പഞ്ചാബും ഒക്കെയാണ്. പക്ഷെ കേരളത്തിന്റെ നാഷണൽ ആവറേജ് തന്നെ എല്ലാ സ്റ്റേറ്റിന്റെയും കൂടി വരുമ്പോൾ 36% കേരളത്തിന്റെ അത് 38%. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ കടം എടുക്കുന്നത് സംസ്ഥാന വരുമാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കടമെടുപ്പിന്റെ ശതമാനം കൂടുതലുള്ള കേരളത്തിലാണ്. നിങ്ങൾ പറയുന്നു മറ്റേ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ 28% കർണാടകയിൽ 19%. അവരൊന്നും കടമെടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് തനത് വരുമാനം ഉണ്ടെന്ന് വയ്ക്കാം. കേരളത്തിൽ മാധു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നമ്മൾ എന്തിനു വേണ്ടിയായി കടമെടുക്കുന്നത്? നമ്മൾ കടമെടുക്കുന്നത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. പ്രൊഡക്റ്റീവ് പർപ്പസിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ശതമാനം ഉപയോഗിക്കുന്നുണ്ട്? തുലവും തുച്ഛമാണ്. അതേ സമയത്ത് തന്നെയാണ് നമ്മൾ 28,128 കോടിയിലധികം രൂപയുടെ നികുതി പിരിച്ചെടുക്കാനുണ്ടെന്നുള്ള CAG റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ നിങ്ങൾ CAG റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിനെ വലിയ രീതിയിൽ ഘോഷിക്കുകയും അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നു. നിങ്ങളുടെ സർക്കാർ ഇരിക്കുന്ന കാലത്ത് വരുന്ന CAG റിപ്പോർട്ട് വെറും കണക്കപ്പുള്ള റിപ്പോർട്ട് മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. ഈ 28,000 കോടി രൂപയുണ്ടെങ്കിൽ നമ്മൾ പിരിച്ചെടുക്കാനുള്ള ആ നികുതി കുടിശ്ശിക പിരിച്ചെടുത്താൽ തന്നെ സംസ്ഥാന ചരക്ക് സേവന വകുപ്പ്, അതായത് GST തന്നെ വകുപ്പ് തന്നെ 13,410 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട് 2022 കണക്കനുസരിച്ചിട്ട്. 2023 പിരിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് 2,868 കോടി. ഇങ്ങനെ ഓരോ വകുപ്പും വെച്ച് നോക്കുമ്പോൾ 28,258 കോടി രൂപ നികുതി ഇനത്തിൽ തന്നെ പിരിച്ചെടുക്കാനുണ്ട്. അത് പിരിച്ചെടുത്താൽ തന്നെ കേരളം അനുഭവിക്കുന്ന ധനപ്രതിസന്ധിക്ക് ഇപ്പോൾ ഒരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഈ രണ്ടാമത്തെ താങ്കൾ പറഞ്ഞത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു, ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്ന കേന്ദ്ര നികുതിയുടെ പങ്ക് വെട്ടിക്കുറച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് 3.8% എന്ന് പറയുന്നത് 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നിന്നാണ് പറയുന്നത്. അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. 14ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് നമുക്ക് 2.5% അത് 15ലേക്ക് വന്നപ്പോൾ 1.93% കുറയുന്നു. അവിടെ വ്യത്യാസം വരുന്നത് 0.57% മാത്രമാണ് കേന്ദ്ര വിഹിതത്തിൽ വ്യത്യാസം വരുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ പറയുന്നത് 10, 20, 25 വർഷം മുമ്പത്തെ കണക്കുമായിട്ട് ബന്ധപ്പെടുത്തേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ചെലവുകളുമായിട്ട് ബന്ധപ്പെട്ടേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം എടുത്ത് ഇതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല. അടുത്തത് നിങ്ങൾ പറഞ്ഞ കിഫ്ബിയാണ്. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ കിഫ്ബിയുടെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ആദ്യ സെന്റൻസ് തന്നെ പണം കേരളത്തിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ മസാല ബോണ്ടും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പരിപാടിയൊക്കെ എന്തിനാണ് നടത്തിയത്? ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടാണല്ലോ
ഇപ്പോൾ തോമസ് ഐസക്കിനെതിരെ EDയുടെ അന്വേഷണം വരുന്നത് പോലും. അപ്പോൾ അത് എനിക്കൊരു മനസ്സിലാകാത്തൊരു ഭാഗമാണ് താങ്കൾ പറഞ്ഞത്. രണ്ടാമത്തെ താങ്കൾ പറഞ്ഞത് ഈ കിഫ്ബി എടുക്കുന്നത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കാണെന്ന്. ഒന്ന്, ഈ കിഫ്ബി എടുക്കുന്ന കടത്തിന്റെ സോവറിൻ ഗ്യാരണ്ടി ആരാ? കേരള സർക്കാരാണോ? കേരള സർക്കാർ അല്ലെങ്കിൽ കിഫ്ബിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ പറ്റുക? കിഫ്ബി പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ചെലവഴിക്കുന്നുണ്ടോ? നിങ്ങൾ പല ചർച്ചകളിലും പറയുന്ന കേട്ടു നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇങ്ങനെ കടമെടുക്കാനായിട്ട് അനുവദിക്കുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ടോൾ പിരിക്കുന്നുണ്ട്. കിഫ്ബി നടപ്പാക്കുന്ന പദ്ധതികൾക്ക് സ്വന്തം നിലയിൽ അത്തരത്തിൽ ധനാഗമ മാർഗങ്ങളുള്ള എത്ര പദ്ധതികളുണ്ട്? ഒന്നും തന്നെ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കിഫ്ബിയുടെ സോവറിൻ ഗ്യാരണ്ടി ആരാ? സംസ്ഥാന ഗവൺമെന്റ്. ഇപ്പോൾ കുറച്ചു കാലം മുമ്പല്ലേ KTDFCയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വന്നത്, കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് അവരുടെ കയ്യിൽ നിന്ന് അവരെടുത്ത ബോണ്ട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് ബംഗാളിലെ ഒരു ഏജൻസി വരുമ്പോൾ, ഒരു കമ്പനി വരുമ്പോൾ അത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ സംസ്ഥാനത്തെ 4 KSRTC സ്റ്റാൻഡുകൾ വിൽപ്പനയ്ക്ക് വെക്കുന്നതിനെ കുറിച്ച് വരെ ഉള്ള ചർച്ച വന്നത് അപ്പോൾ ഇതിന്റെ സോവറിൻ ഗ്യാരണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് ആകുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കടമെടുപ്പ് പരിധിയിൽ കിഫ്ബി ഉൾപ്പെടുമെന്ന് സംസ്ഥാനത്തെ പ്രതിപക്ഷം വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് നിങ്ങൾ പറഞ്ഞു ഇത് സംസ്ഥാനത്തിന് വലിയ രീതിയിൽ മാറ്റം വരുത്താൻ പോകുന്ന പദ്ധതിയാണെന്ന്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ കിഫ്ബി വരുന്നതിന് മുമ്പ്, ഈ കിഫ്ബി ആവിഷ്കരിക്കും, അത് ഒരൊറ്റ കാര്യം, കിഫ്ബി ആവിഷ്കരിക്കുന്നതിന് മുമ്പ് ഇവിടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, EMS മുഖ്യമന്ത്രിയായിട്ടുണ്ട്, EK നായനാർ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, K കരുണാകരനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ അങ്ങനെ നിരവധി മുഖ്യമന്ത്രിമാരുടെ കാലത്തുള്ള ഭരണം ഇവിടെ നടന്നിട്ടുണ്ട്. അന്നൊക്കെ കേരളത്തിന്റെ ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നില്ലേ? പോകാം. അതായത് കിഫ്ബി ബജറ്റ് എന്നാണ് തോമസ് ഐസക്കിന്റെ ബജറ്റ് അന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. കാരണം എല്ലാ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ട് അതിന് കിഫ്ബിയിൽ നിന്ന് ഇത്ര, ഇതിന് കിഫ്ബിയിൽ നിന്ന് എത്ര എന്നുള്ളതായിരുന്നു. ആ ബജറ്റിൽ ഏറ്റവും കൂടുതൽ തവണ ഉച്ചരിക്കപ്പെട്ടൊരു വാക്ക് എന്ന് പറയുന്നത് കിഫ്ബി എന്നുള്ളതായിരുന്നു. അന്നത്തെ വാർത്തകളിൽ അത് വലിയ തോതിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ്, അതായത് ഒരു ബജറ്റ് എന്ന് പറയുന്നത് വരവ് ചെലവ് കണക്കാണ്. ഒരു സർക്കാരിന്റെ വരവിനോട് ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ ഒരു പണസമാഹരണം നടത്തി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കൊണ്ടാണ് പിന്നീട് KS അരുൺകുമാർ പറഞ്ഞതുപോലെ 28/8/2018 പുതിയ മാർഗനിർദ്ദേശം കൊണ്ടുവരേണ്ടി വരുന്നതിന് പശ്ചാത്തലമായ പല കാര്യങ്ങളുണ്ട്. ഈ വരവുമായി ബന്ധമില്ലാത്ത പണസമാഹരണം നടത്തി ഒരു ബജറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മേഖലയിൽ ഉരുത്തിരിഞ്ഞ ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് ആ പുതിയ മാനദണ്ഡവും നിയന്ത്രണവും വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ ജിൻഡോയിലേക്ക് വരാം. ശ്രീ KVS അരുൺകുമാർ ഉന്നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ഈ നോട്ടിൽ GSTPയുടെ 3% മാത്രമാണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കടമെടുക്കാൻ കഴിയുന്നത് എന്ന് കേന്ദ്രം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അരുൺകുമാർ പറയുകയാണ് UPയും ഗുജറാത്തും BJP ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ. ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് കേരളമടക്കം കൊടുക്കുന്ന 1 രൂപയിൽ, കേരളമടക്കം കൊടുക്കുന്ന കേന്ദ്രത്തിന് കൊടുക്കുന്ന നികുതിയിൽ ഏറ്റവും അധികം ഷെയർ കൊടുക്കുന്ന സംസ്ഥാനമാണ് UP. അങ്ങനെയുള്ള UPക്ക് കടപരിധി 3% നിന്ന് 5% ഉയർത്തിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ കണക്കുണ്ടെന്നാണ് പറയുന്നത്. പറയൂ. അല്ല മാധു, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നമ്മളിതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെയും കൂടി അഡ്രസ്സ് ചെയ്തിട്ട് വേണമല്ലോ പോകാനായിട്ട്. ഇപ്പം കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താ? തോമസ് ഐസക്ക് ധനകാര്യ മന്ത്രി ആയിരുന്ന കാലഘട്ടം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാദഗതിയുണ്ട്. ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കണം, എവിടെ നിന്നൊക്കെ കടം വാങ്ങാമോ അതിനൊക്കെ ഉള്ള അനുമതി വേണം. അതേ സമയത്ത് ഇവരുടെ സർക്കാർ ഒരു കാലഘട്ടത്തിൽ പോലും കടം വാങ്ങാതെ കേരളത്തെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ഒരു 5-8 വർഷമായല്ലോ അധികാരത്തിൽ വന്നിട്ട്. ആദ്യം മുതൽ ഐസക്കിൻ്റെ പ്രസ്താവന മുതൽ ഇപ്പോൾ ബാലഗോപാലിൻ്റെ പ്രസ്താവനകൾ വരെ എടുത്തു പരിശോധിച്ചോളൂ. ഇവർക്ക് ആകെ പറയാനുള്ളത് ഇനിയും വേണം കടം, ഇനിയും വേണം കടം എന്നാണ്. അവസാനം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന് പോയത് എങ്ങനെയാണ്? അത് ഈ കേന്ദ്ര സർക്കാരിനെ കബളിപ്പിക്കാനാണ്. നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥകളെ, ഭരണഘടനാ വ്യവസ്ഥകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർഗം സ്വീകരിച്ചത് എന്ന് തോമസ് ഐസക്ക് തന്നെ പറയണ കേരളത്തിൽ കേട്ടിട്ടില്ലേ? ഇതേ ഉള്ളൂ മാർഗം എന്നാണ് അന്ന് ഐസക്ക് പറഞ്ഞ വാദഗതി. അന്ന് പ്രതിപക്ഷം, ഇപ്പോൾ നേരത്തെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു, നിയമസഭയിലെ ചർച്ചയിൽ പ്രതിപക്ഷം അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. BJP അന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് തെറ്റായ കീഴ്വഴക്കമാണ് എന്ന്. ഇനി വേറൊരു കാര്യം കൂടി മാധു,
2016 CPMന്റെ നേതൃത്വത്തിലുള്ള പിണറായിയുടെ ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2016 ജൂണിൽ കേരളത്തിലെ അന്നത്തെ ധനകാര്യ വകുപ്പ് ഒരു തവളപത്രം പുറപ്പെടുവിച്ചിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന പാകപ്പഴകള് അപകടം മുഴുവൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വസ്തുനിഷ്ഠമായ കേരളത്തിലെ സമ്പദ്ഘടനയെ സംബന്ധിച്ച ഒരു പഠനമായിരുന്നു അത്. അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. കേരളം അപകടത്തിലാണ്. കേരളത്തിന് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ നേരായ പാതയിൽ എത്തിക്കണം. വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദ റെയിൽസ് എന്ന് പറഞ്ഞ് തുടങ്ങിയ സർക്കാരാണിത്. അവരെവിടെയാ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത്? ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ ആ ധവളപത്രത്തെയാണ് ഉദ്ധരിക്കുന്നത്. 2016 മുതൽ ഇവർക്ക് അറിയാമായിരുന്നു കേരളത്തിലെ സമ്പദ്ഘടന തകരാറിലാണ്, അപകടത്തിലാണ് എന്ന്. അതിനെ നേൽവഴിയിലേക്ക് കൊണ്ടുവരാൻ, അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഈ സർക്കാരിൻ്റെ രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, CAGയുടെ ഫൈൻഡിങ്സും നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഫൈൻഡിങ് ആണെന്ന് ഇവരിപ്പോൾ പറയുമായിരിക്കും. പക്ഷേ CAGയുടെ ഫൈൻഡിങ്ങിൻ്റെ സാങ്ക്ടിറ്റി സുപ്രീം കോടതിയിലുള്ളവർക്ക് ബോധ്യമാവും. CAG ചൂണ്ടിക്കാണിച്ചിരുന്നില്ലേ ഈ നിലയ്ക്ക് പോകാൻ പറ്റൂല. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ 1% അടുത്താണ് ഇവിടുത്തെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. കോടാനുകോടി എല്ലാ വർഷവും കടം മേടിക്കുന്നുണ്ട്. ആ പൈസ മുഴുവൻ നിത്യനിദാനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ശമ്പളവും പെൻഷനും മറ്റു കാര്യങ്ങളും കൊടുക്കാനായിട്ട്. ഈ പറയുന്ന അഫിഡവിറ്റിൽ 25-ാമത്തെ പേജിൽ 28-ാമത്തെ പാരഗ്രാഫിലാണ് ഈ വൈറ്റ് പേപ്പർ സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ശ്രീ KVS, അന്നത്തെ വൈറ്റ് പേപ്പറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരുന്നു? നമ്മൾ പല ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അന്നൊരു സർക്കാർ അധികാരത്തിൽ കയറിയ ഉടനെ പുറത്തു വെക്കുന്ന ധവളപത്രമാണ്. എന്തിനാണ്? കോൺഗ്രസ് ഭരിച്ചു മുടിച്ചിറങ്ങി പോയിരിക്കുന്നു, ഖജനാവിൽ 5-ന്റെ കാശില്ല, ഇവിടെ നിന്ന് വേണം ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ എന്ന് കേരളത്തെ പറഞ്ഞു ബോധിപ്പിക്കാനുള്ള ഒരു അവസരമായി തോമസ് ഐസക് അവതരിപ്പിക്കുന്നതാണ് ആ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസ് സർക്കാരിനെതിരെ ഒന്നാം പിണറായി സർക്കാർ മുന്നോട്ട് വെക്കുന്ന, തോമസ് ഐസക് മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക ആരോപണങ്ങളാണ്. അതാണ് ഇന്ന് സുപ്രീം കോടതി CPMനെതിരെ CPM നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരെ മുന്നോട്ട് വെക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു? ഈ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്തു ചെയ്തു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത് അഫിഡവിറ്റിലൂടെ. അല്ല മാധു, അതിലൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഉമ്മൻചാണ്ടി ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക എന്താ പറയുക അരാജകത്വത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും അതിൽ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അതിലൊരു വസ്തുതാപരമായ ഫൈൻഡിങ് ഉണ്ട്. കേരളം ഈസ് ഇൻ ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഈ നിലയ്ക്ക് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ വിവരം 2016 തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് അറിയാമായിരുന്നു, ഇവിടുത്തെ സർക്കാരിന് അറിയാമായിരുന്നു. ഇവരെന്ത് ചെയ്തു അതിനുശേഷം? കഴിഞ്ഞ 2016 മുതൽ നമ്മളിപ്പോൾ നിൽക്കുന്ന 2024 എത്ര ബഡ്ജറ്റുകൾ കടന്നുപോയി. അതിനിടയിലൊക്കെ ഇവർ ശ്രമിച്ചത് എന്താ? നികുതി പലവട്ടം കൂട്ടിയിട്ടുണ്ടാവും. ഞാൻ എനിക്ക് ഓരോ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. നികുതി പലവട്ടം കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇവരുടെ ലക്ഷ്യം എവിടെ നിന്നൊക്കെ കടം മേടിക്കാമോ ആ കടം മേടിക്കുക, അതിന് ഏത് മാർഗവും സ്വീകരിക്കുക. അതിന് നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും ബാധകമല്ല. കേന്ദ്രം ഈ നിലപാട് സ്വീകരിക്കുന്നത് വളരെ നിഷ്കളങ്കമായ രാഷ്ട്രീയ തലത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ്, സംസ്ഥാനത്തിന് ചിലവുണ്ടാകും. സംസ്ഥാനത്തിന് അതിന്റെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ, ബില്ലുകൾ മാറാൻ, അതിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാൻ ഈ സാമ്പത്തിക വർഷത്തിന് മുൻപ് പല ആവശ്യങ്ങളുണ്ട്. 26,000 കോടി രൂപ അടിയന്തരമായി സമാഹരിക്കണമെന്നൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് കേരളം പോകുന്നത്. അവിടെ അത് കഴിയില്ല എന്ന് പറയുമ്പോൾ സാമ്പത്തിക വർഷാവസാനത്തിൽ സംസ്ഥാനം കടക്കെണിയിൽ ഒന്ന് ശ്വാസം വിടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുകയാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ, ബില്ലുകൾ മാറാൻ കഴിയാതെ, സാമ്പത്തിക പരാധീനതയിൽ നിന്നുകൊണ്ട് വേണം CPM നേതൃത്വം നൽകുന്ന കേരള സർക്കാർ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ എന്ന രാഷ്ട്രീയ ലക്ഷ്യം BJPക്കില്ല എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ?
അല്ല മാധു, ഞാൻ ഇതിലെ രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് വരാം. അത് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷെ മാധു ഒരു കാര്യം ഓർക്കണം, ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൻ്റെ 32-ാം പേജിൽ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിന് കിട്ടിയ പണത്തിൻ്റെ കണക്ക് വിവരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധമുള്ള ധനസഹായം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നിർമ്മല സീതാരാമൻ പറഞ്ഞത് എന്താ? കേരളത്തിന് പണം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, അത് പക്ഷേ അടുത്ത വർഷത്തെ കണക്കിൽ പെടും. നിങ്ങൾ കടം മേടിച്ച് കേരളത്തെ ഒരു 3-4 രാജ്യങ്ങളുടെ പേര് പറഞ്ഞില്ലേ? ബ്രസീലിൻ്റെയും മെക്സിക്കോൻ്റെയും അർജന്റീനയുടെയും ഒക്കെ പേരുകൾ പറഞ്ഞില്ലേ? ഈ സത്യവാങ്മൂലത്തിലുണ്ട്. അതുപോലെ കൊണ്ടുപോയി നശിപ്പിക്കാൻ ഈ ഇന്ത്യ ഗവൺമെന്റ് അനുവദിക്കില്ല, മോഡി ഗവൺമെന്റ് അതിനെ അംഗീകരിക്കില്ല എന്നുള്ള വസ്തുനിഷ്ഠമായ പ്രസ്താവം അതിലുണ്ട്. അതൊരു ഗവൺമെന്റിന്റെ നിലപാടാണ്. ഈ രാജ്യത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വികസിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറ്റിയ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നിലപാടാണ്. അതിൽ മാറ്റം വരുത്താൻ മോഡി ഗവൺമെന്റിനെ കിട്ടില്ല എന്നതാണ് ഈ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നത്. അതാണ് അതിലെ രാഷ്ട്രീയം. അത് രാജ്യ താല്പര്യമാണ് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി. ഓക്കെ, ശരി. ശ്രീ കെ സരൺകുമാർ, 33-ാമത്തെ പേജ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ റിപ്പോർട്ടിൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കുന്നത് എനി ഫിനാൻഷ്യൽ സ്ട്രെസ് that the government of Kerala is facing is purely due to its own financial mismanagement. കേരളത്തിന്റെ മാത്രം പിടിപ്പുകേടും കുറ്റവുമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും മുഴുവൻ കാരണം എന്ന് സുപ്രീം കോടതിക്ക് മുൻപാകെ സമർത്ഥിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ 26,000 കോടി രൂപ പോയിട്ട് 7,000 കോടി എന്ന കേരളത്തിന് അവകാശം, അല്ലെങ്കിൽ കേരളം ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് മുൻപ് കേരളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തുക എങ്കിലും ഈ ബജറ്റ് കാലത്ത് കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് 10ാം ധനകാര്യ കമ്മീഷനുമായി താരതമ്യപ്പെടുത്തേണ്ട, 14ാം ധനകാര്യ കമ്മീഷനും 15ാം ധനകാര്യ കമ്മീഷനും തമ്മിൽ താരതമ്യപ്പെടുത്താൻ മതി. 14ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് കിട്ടിയ ധനവിഹിതം 2.5 ആണ്. അത് 15ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ 1.92 കുറഞ്ഞു. അത് വലിയ കുറവൊന്നുമല്ല, വെറും 0.57 കുറഞ്ഞത് എന്നതാണ്. അതായത് 2.5% എന്നുള്ളത് 1.92% കുറഞ്ഞത് വലിയ കുറവല്ല എന്നതാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഒന്ന് മനസ്സിലാക്കണം, കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതത്തിന്റെ 1/5 വെട്ടിക്കുറച്ചു. 100 രൂപ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ 2 രൂപ 50 പൈസയാണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ കേരളത്തിന് തന്നതെങ്കിൽ അത് 1 രൂപ 90 പൈസയാക്കി വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തെ കൂട്ടുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഭീമമായ കുറവാണ്. ഒരൊറ്റ വർഷത്തിനുള്ളിൽ കുറവ് ആ 0.5% എന്ന് പറഞ്ഞാൽ 2.5 നിന്നാണ് 1.9 കുറയുന്നത്. അതായത് കിട്ടിക്കൊണ്ടിരുന്ന തുകയുടെ 1/5 വെട്ടിക്കുറയ്ക്കപ്പെട്ടു. ആ ഭീമമായിട്ടുള്ള കുറവ് ഇതുവരെ കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല എന്നതാണ് ഗൗരവമായിട്ടുള്ള കാര്യം. അതിന്റെ ഭാഗമായി എത്ര കുറവാണ് വന്നിരിക്കുന്നത്. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, വലിയ ധനകാര്യ മാനേജ്മെന്റിൽ കേന്ദ്രം കുതിക്കുകയാണെന്ന്. അങ്ങ് മനസ്സിലാക്കണം, കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2014 സെൻട്രൽ ഗവൺമെന്റിന്റെ കടം എന്ന് പറയുന്നത് 51 ലക്ഷം കോടിയാണ്. ഇന്ന് എത്രയാണ് കടമെന്ന് താങ്കൾക്കറിയോ? 206 ലക്ഷം കോടിയാണ്. അതായത് NDA ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന് 9.5 വർഷം കൊണ്ട് 4 ഇരട്ടിയായി കേന്ദ്രത്തിന്റെ കടം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് GDPയുടെ 51% കടമാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കേരളത്തിന്റെ 37-36% ഉള്ളൂ. കേരളത്തിന്റെ കടവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ കടം ഭീമമാണ്. സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ 9ാമതാണ് കേരളത്തിന്റെ കടം. അതായത് കേരളത്തെക്കാൾ കടമുള്ള 8 സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ വലിയ രൂപത്തിൽ ഇൻകം ഉള്ള സംസ്ഥാനങ്ങൾ, കേരളത്തെക്കാൾ കടമുള്ള സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ കടം അങ്ങ് ഭീമമായിട്ട് വലിയ തോതിൽ വരുമാനമുള്ള സംസ്ഥാനങ്ങൾക്ക് കേരളത്തെക്കാൾ കൂടുതൽ കടമാകാം. നമ്മുടെ റവന്യൂവുമായി തട്ടിച്ചു നോക്കുമ്പോഴുള്ള പെർസെന്റ് ആണ് പ്രശ്നം. ഇല്ല, അതിൽ വ്യത്യാസം വെച്ച് നോക്കിയാൽ ഇപ്പോ ഞാനിപ്പോ അങ്ങയുടെ ഫോണിലേക്ക് ഈ അവസാനത്തെ ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിച്ച വിഹിതത്തിന്റെ ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. 22 സംസ്ഥാനങ്ങളുടെ പട്ടികയുണ്ട്. അതിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പട്ടിക, വടക്ക് കിഴക്കൻ മേഖല എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ പട്ടികയിൽ കേരളത്തെ ഒന്ന് കണ്ടെത്താൻ കഴിയുമോ? കേരളത്തിന് തന്നിരിക്കുന്ന ആനുകൂല്യം അല്ലെങ്കിൽ ബഡ്ജറ്റ് വിഹിതം
22 സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിൽ 20ാമതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും പുറകിൽ നിന്ന് 3ാമത്. ഈ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2018 മുതൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള നടപടികൾ, ആ നടപടികളാണ് സുപ്രീം കോടതിയിലേക്ക് എത്താൻ വേണ്ടി പ്രചോദനമായത്. ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചിട്ട് ധനകാര്യമന്ത്രി പോയി നിരവധി റെപ്രസെന്റേഷൻ കൊടുത്ത് മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് കേരളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം കേന്ദ്രം കൈമടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സഹായവും തരുന്നില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം എന്താ ഇതിനു മുമ്പുള്ള ചർച്ചകളിൽ പറഞ്ഞ് ഡൽഹിയിൽ പോയി നാടകം കളിക്കാൻ പോകുന്നു. ഏത് ഈ 7ാം തീയതി നടക്കുന്ന സമര നാടകമാണ്, ഞങ്ങൾ അതിനോട് സഹകരിക്കുന്നില്ല എന്ന്. ഏറ്റവും ആദ്യം ഈ സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയുമാണ് മുഖ്യമന്ത്രി വിളിച്ച് കാര്യങ്ങൾ ആലോചിച്ചത്. ഇപ്പോ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ആ 7ാം തീയതി പോയി ശക്തമായിട്ടുള്ള സമരം നടത്താൻ പോകുകയാണ്. അവർ പറയുന്നു അവർക്ക് 63,000 കോടി രൂപയുടെ കുറവുണ്ടായി കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷത്തേക്കെന്ന്. കേരളം പറയുന്നു 57,400 കോടി രൂപയുടെ കുറവുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച പശ്ചിമ ബംഗാളിൽ വലിയ സമരമുണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ ഈ നടപടിക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരം നടത്താൻ പോവുക. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് മാത്രം അത് കാണുന്നില്ല, BJP കാണില്ല. കാരണം രാഷ്ട്രീയപരമായിട്ട് അവർക്ക് കാണാൻ കഴിയില്ല, കേന്ദ്രം ഭരിക്കുന്നു BJP ആണ്. എന്നാൽ കേരളത്തിന്റെ ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ കുറ്റകരമായിട്ടുള്ള മൗനം തുടരുന്നു എന്നത് കേരള ജനത ഏറ്റവും ഗൗരവത്തോടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വിഷയത്തിലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ സംശയമുള്ളത്. ഇതിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ ഇതാ. കേരളത്തിന്റെ സാമ്പത്തിക ഭരണ പരാജയത്തെ പറ്റി കേന്ദ്രം ചൂണ്ടിക്കാണിക്കുമ്പോൾ 2016 മുതൽ 2021-22 വരെയുള്ള കാലത്തെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ദാ KVS ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ 2016 മുന്നോട്ട് വെക്കുന്ന ധവളപത്രത്തിൽ തന്നെ കോൺഗ്രസ് ഭരിച്ചിറങ്ങിപ്പോയ 5 വർഷത്തിന് കാലത്തിന് ശേഷമുള്ള ധവളപത്രത്തിൽ കാണിക്കുന്നത് കേരളത്തിന്റെ സമ്പൂർണ്ണമായ സാമ്പത്തിക പരാധീനതയാണ്. അപ്പോൾ അതിൽ നിന്ന് കോൺഗ്രസിന് പിന്നോട്ട് പോകാൻ കഴിയില്ല ഉത്തരവാദിത്തത്തിൽ നിന്ന്. എന്നിട്ട് ഇപ്പോഴും കേരളത്തിന്റെ പൊതു താല്പര്യം മുന്നോട്ട് വെക്കാനുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളല്ല എന്ന ആരോപണമാണ് CPM-നുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം 2016 തോമസ് ഐസക് അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്ററായി വന്നപ്പോൾ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ധനകാര്യ പ്രതിസന്ധി ഉണ്ട് എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മുൻപിരുന്ന സർക്കാരിന്റെ ചെയ്തികളുടെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങൾ തുറന്നു കാണിച്ചു വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെയ്തിരിക്കുന്ന സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നാണ് വാദമെങ്കിൽ, അത്തരം ബോധ്യങ്ങളുള്ള ഒരു സർക്കാർ, ഒരു ധനകാര്യമന്ത്രി പിന്നീടുള്ള കാലഘട്ടത്തിൽ മുണ്ട് മുറുക്കിയെടുത്ത് കൃത്യമായിട്ട് നയപരിപാടികളുമായിട്ട് ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥയും ഇല്ലാതെ കൃത്യമായിട്ട് നികുതി പിരിച്ചെടുത്ത് വേണ്ട മുന്നോട്ട് പോകാൻ. അത് ചെയ്തില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? അപ്പോൾ ഇവരിറക്കിയിരിക്കുന്ന വൈറ്റ് പേപ്പറിൽ ഇവർക്ക് തന്നെ ബോധ്യമുണ്ടായില്ല. രണ്ടാമത്തത്, ഇനി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പുതുതായിട്ട് സർക്കാർ രൂപീകരിച്ചപ്പോൾ മുൻ സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയതെങ്കിൽ, ഒന്നാമത്തെ കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യണം. 2, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അത്രയും വലിയ ധനകാര്യ പ്രതിസന്ധി ഇല്ലായിരുന്നുവെങ്കിൽ പിന്നീട് വന്ന 1ാം പിണറായി സർക്കാരിന്റെ കാലത്തായിരിക്കും ഈ ധനകാര്യ പ്രതിസന്ധിക്ക് ഇത്രയും രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കേരളത്തെ നയിച്ചിട്ടുള്ളത്. ഇനി അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 1,60,000 കോടി രൂപയാണ് കേരളത്തിന്റെ മൊത്തം കടം. കേരളം രൂപീകൃതമായി 2016 വരെയുള്ള ഈ സംസ്ഥാനത്തിന്റെ കടബാധ്യത, നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അത് നടത്തിയ ഒരു ഗവൺമെന്റ് അധികാരം ഒഴിയുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ അതുവരെയുള്ള കടം 1,60,000 കോടിയാണ്. 1ാം പിണറായി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 4 ലക്ഷം കോടി രൂപയായിട്ട് അത് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ 2 ലക്ഷത്തിലധികം കോടി രൂപയുടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഈ കടബാധ്യത 5 വർഷത്തിനുള്ളിൽ ആ സർക്കാർ എന്ത് വൻകിട പ്രോജക്റ്റുകൾ നടപ്പാക്കിയിട്ട് ഇവിടെ വന്നത്, എന്ത് വലിയ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ട, എത്ര ലക്ഷം തൊഴിൽ സാധ്യതകളുടെ ഉറപ്പ് കൊടുത്തു, എത്ര ആളുകൾക്ക് തൊഴിൽ കൊടുത്തു. അപ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ ഇവർ ബാധ്യസ്ഥരാണ്. ഇനി അതിനോടനുബന്ധിച്ച് അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടിയുണ്ട്. ഈ കിഫ്ബിക്ക് ഈ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പുമായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ധനകാര്യമന്ത്രി ബജറ്റിനകത്ത് കിഫ്ബിയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്? ബജറ്റുമായിട്ട് ഈ കിഫ്ബിക്ക് ബന്ധമുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. സോവറിൻ ഗ്യാരണ്ടി ഈ ഗവൺമെന്റ് ആയതുകൊണ്ട് അതുകൊണ്ട് കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമായിട്ട് വരുമെന്നുള്ള ഞങ്ങളുടെ പഴയ വാദത്തിൽ തന്നെയാണ് നിങ്ങൾ അവസാനം എത്തിച്ചേരുന്നത്. ഇനി അടുത്തത്, ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചതിന് മറുപടി പറയാതെ അരുൺകുമാർ ഒഴിഞ്ഞു മാറി. CAG റിപ്പോർട്ടിൽ പറയുന്ന 28,258 കോടി രൂപ പിരിച്ചെടുക്കാനുള്ളത് പിരിച്ചെടുത്തിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രതീക്ഷിത വരുമാനത്തിന്റെ 24% വരും.
അതായത് സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന മൊത്ത വരുമാനം എന്ന് പറയുന്ന ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, മൊത്ത വരുമാനം ഇത്രയും പ്രതീക്ഷിക്കുന്നു, അത്തരം വരുമാനത്തിന്റെ 24% വരും ഈ 28,258 കോടി രൂപ. അത് നിങ്ങൾ പിരിച്ചെടുത്തിട്ടില്ല. അത് നിങ്ങളുടെ കെടുകാര്യസ്ഥതയുടെ ഭാഗമല്ലേ? ഇനി അടുത്തത്, നിങ്ങൾ ഈ ബജറ്റിൽ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. നാളെ ബജറ്റിൽ കുറെ പ്രഖ്യാപിക്കും. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച എത്ര പദ്ധതികൾ പൂർത്തിയാക്കപ്പെട്ടു എന്നുകൂടി നാളെ പറയണം. അത് നാളെ പറയാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? നിങ്ങൾ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞൊഴിയുമ്പോൾ സംസ്ഥാന സർക്കാരിനും ധനകാര്യ വകുപ്പിനും എന്താണ് പണി എന്ന് ഞങ്ങൾ ചോദിക്കും. അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇനി നിങ്ങൾ പറയുന്ന സമര നാടകം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുവെന്ന് ഞങ്ങൾ പറയും അരുൺകുമാറെ. കഴിഞ്ഞ 8 വർഷമായിട്ട് 7.5 വർഷമായിട്ട് നിങ്ങൾക്കില്ലാത്ത ആക്ഷേപം 5 വർഷത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെ GST കോമ്പൻസേഷൻ തരുന്നു. അത് കൃത്യമായിട്ട് ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെ പോയി മീറ്റിംഗിൽ പങ്കെടുത്ത് സമ്മതിച്ചു വന്ന അത് കൃത്യമായിട്ട് മേടിച്ചു. അതിന്റെ കഴിഞ്ഞു. പിന്നെ കേന്ദ്ര വിഹിതം കിട്ടുന്നത് അതും കിട്ടി. അപ്പോൾ കിട്ടാനുള്ളതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനിയും കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നു. സമരം നടത്തുക. അതെ, കർണാടകത്തിലെ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയോട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ കൃത്യമായിട്ട്? അല്ല, ഞാൻ പറയാം. ഞാൻ ഇടപെട്ടില്ലല്ലോ. താങ്കൾ ഇടപെടലേ. താങ്കൾ അങ്ങനെ ഇടപെട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ, അരുൺകുമാർ അങ്ങനെ ഇടപെട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ CAG റിപ്പോർട്ടിൽ പറയുന്ന 28,258 കോടി രൂപ എന്തുകൊണ്ട് പിരിച്ചെടുത്തില്ല എന്നുള്ളതിന്റെ മറുപടി പറയും. ഇടപെട്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇടപെട്ട് സംസാരിക്കണം. ഇനി രണ്ടാമത്തെ പറയുന്ന കേന്ദ്ര സർക്കാർ 57,400 കോടി രൂപ തരാനുണ്ട് എന്ന് പറയുന്നു. ഇതേ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് കൊടുത്ത അഫിഡവിറ്റ് അനുസരിച്ച് 2024 ജനുവരിക്ക് മുമ്പായിട്ട് 54,000-ലധികം കോടി രൂപ കേരളത്തിന് തന്നതായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ തരാനുള്ള 57,000 കോടി രൂപയിൽ എന്തൊക്കെ പെടുന്നുണ്ട്? കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ MLA കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ധനകാര്യമന്ത്രിയോട് ഓരോന്നും അക്കമിട്ട് ചോദിച്ചപ്പോൾ ഒന്നിനും മറുപടി ഉണ്ടായില്ലല്ലോ. എന്തെങ്കിലും മറുപടി ഉണ്ടായോ? കണക്കനുസരിച്ച് നമ്മൾക്ക് കിട്ടാൻ അർഹതപ്പെട്ടത് ആകെ 3,618 കോടി രൂപയാണ്. അതിൽ 500 കോടി രൂപ പെൻഷൻ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഇതിനകം അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ 3,118 കോടി രൂപ മാത്രമാണ് നിയമപരമായിട്ട് നമ്മൾക്കിപ്പോൾ കിട്ടാൻ ബാധ്യതയുള്ളൂ. ആ കിട്ടാനെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അതിന് വേണ്ടപ്പെട്ട പേപ്പറുകൾ കൊടുക്കണം, ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൊടുക്കണം. റിപ്പോർട്ടുകളൊന്നും കൊടുക്കാതെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയുമ്പോൾ തന്നെ നിങ്ങളുടെ തോമസ് ഐസക് എന്ന് പറഞ്ഞ മുൻ ധനകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എത്ര കോടി? 5,000 കോടി രൂപ കർണാടകത്തിൽ സമരം നടത്തുന്നത് അല്ല. കർണാടക ഗവൺമെന്റ് ഇപ്പൊ 6 മാസമേ ആയുള്ളൂ. ആ ഗവൺമെന്റ് എന്ത് പേപ്പർ കൊടുക്കാതിട്ടാണ് 64,000 കോടി രൂപ കർണാടകത്തിന് കിട്ടാത്തത്? അരുൺകുമാർ, അവിടുത്തെ കോൺഗ്രസിന് എന്താ 6 മാസം കൊണ്ട്? ഇവിടെ ഏതായാലും 7 കൊല്ലമായി. അവിടെ എന്താ 6 മാസം കൊണ്ട് 64,000 കോടി രൂപ? അല്ല, നിങ്ങൾ ഈ കേരളത്തെ ഇവിടുത്തെ സർക്കാർ ചോദിച്ചപ്പോൾ കത്തിച്ചവരല്ലേ നിങ്ങൾ? എന്താണ് നിയമസഭയ്ക്കകത്ത് അക്കമിട്ട് ചോദിച്ചു എത്ര കോടി രൂപ കേരള സർക്കാരിന് കിട്ടാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായിട്ട് അക്കമിട്ട് അതെ, കേരളത്തിന്റെ നിയമസഭയിൽ അക്കമിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് 3,000 കോടിയെ കിട്ടാനുള്ളൂ. 1 രൂപ കിട്ടാനുണ്ടെങ്കിൽ പോലും അതിനെതിരെ ശബ്ദമുയർത്തേണ്ട സാഹചര്യമാണ് ഇപ്പോ. താങ്കൾ സമ്മതിച്ചല്ലോ, നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിയല്ല. 3,500 കോടി രൂപ കിട്ടാനുള്ളൂ. പിന്നെ പറഞ്ഞു 3,000 കോടിയെ കിട്ടാനുള്ളൂ. എന്താ ഈ കേരളത്തിന് മാത്രം തരാത്തത്? താങ്കൾ പറഞ്ഞു പെൻഷൻ ഫണ്ട് ബോർഡിന്റെ 500 കോടി രൂപ തന്നുവെന്ന്. എന്നാ തന്നത്? എന്തിന്റെയാ തന്നത്? 2020 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2023 ഒക്ടോബർ വരെ ഈ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുത്തതിന്റെ കുടിശ്ശികയാണ് ആ കേന്ദ്രത്തിന്റെ വളരെ നോർമലായിട്ടുള്ള ഫണ്ട് കുടിശ്ശിക വരുത്തി 10-38 മാസത്തെ സമരം നടത്തിയപ്പോൾ തന്നത്. സമരം നടത്തും, കേസ് നടത്തും, ശക്തമായി പ്രക്ഷോഭം നടത്തും, കത്തുകൾ അയക്കും. അത്തരം സാഹചര്യങ്ങൾ ചെയ്താൽ പോലും കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്ന സാഹചര്യം വരുമ്പോ ആ സമരത്തിന്റെ ഭാഗമായി അണിനിരക്കേണ്ട കോൺഗ്രസ് ജനങ്ങളെ ചതിക്കുകയാണ്. ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഈ കർണാടകത്തിലെ കോൺഗ്രസ് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. അത് ജനം തിരിച്ചറിയും. മാധു, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, പെട്ടെന്ന് പൂർത്തിയാക്കാം. ഇവര് സമര നാടകം എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചു എന്ന് പറയാം. നിങ്ങൾ 1,05,00,000 ആഡംബര ബസ് പുറത്തിറക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഈ നവകേരള സദസ്സ് കഴിയുമ്പോൾ ഈ ബസ്സുമായിട്ട് കേരളത്തിന്റെ മന്ത്രിസഭ അങ്ങനെ തന്നെ ഡൽഹിയിൽ പോയി സമരം ചെയ്യുമെന്ന. നിങ്ങൾ സമരം ചെയ്തോ?
പ്രധാനമന്ത്രിയെ കൈകൂപ്പി സ്വീകരിച്ചല്ലോ മുഖ്യമന്ത്രി പോയി. ചോദിച്ചോ കേരളത്തിൽ കിട്ടാൻ? നിങ്ങൾ ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് നിങ്ങൾ ചോദിച്ചത്? ഇനി രണ്ടാമത് പെൻഷൻ ഫണ്ടിലേക്ക് പെൻഷനിൽ കേന്ദ്ര സർക്കാരിന്റെ നോമിനൽ ആയിട്ടുള്ള വിഹിതമുള്ളത്, നോമിനൽ ആയിട്ടുള്ള വിഹിതം കിട്ടാത്തതിന്റെ പേരിലാണോ കേരളത്തിലെ പെൻഷൻ കൊടുക്കാതിരുന്നത്? 5 മാസമായിട്ട് കേരളത്തിലെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നത്. ഒരു മിനിറ്റ് ശ്രീ കെ വി സരിദാസ്, അതായത് നാളെ ബജറ്റിൽ സംസ്ഥാനത്തിന് ക്ഷേമ കാര്യങ്ങളിലോ വികസന കാര്യങ്ങളിലോ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിലോ നിക്ഷേപം നടത്താൻ കഴിയാത്ത പ്രതിസന്ധിയുണ്ട് എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനു കാരണമായി സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം കിട്ടേണ്ടതൊന്നും നൽകാത്തത് എന്നുള്ള ചോദ്യമായിരിക്കും നാളെ നിയമസഭയിൽ അലയടിക്കുക. അല്ല മധു അതിനുള്ള മറുപടിയാണ് 32-ാം പേജിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഇവര് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂടി ചേർന്ന് നിന്ന് ഒന്നിച്ച് കൈകോർത്ത് നടന്നിരുന്ന ഒരു UPA ഗവൺമെന്റിന്റെ കാലഘട്ടമുണ്ടല്ലോ, അന്ന് കിട്ടിയതിനേക്കാൾ എത്രയോ ഇരട്ടി തുക ഞാൻ വേണമെങ്കിൽ കണക്കെൻ്റെ കയ്യിലുണ്ട്. KN ബാലഗോപാൽ വയനാട്ടിൽ നിന്നുള്ളൊരു കോൺഗ്രസ് MLA ചോദ്യത്തിന് മറുപടിയായി കേരള നിയമസഭയിലെ കണക്കുകൾ വച്ചിട്ടുമുണ്ട്. 2014 മുതൽ 2023 വരെ കേന്ദ്ര സർക്കാർ നികുതി വിഹിതത്തിലും ഗ്രാൻഡ് മുഖാന്തരവും കേരളത്തിന് കൊടുത്ത പണത്തിൻ്റെ കണക്ക് ഞാനത് വേണമെങ്കിൽ വായിക്കാം. പക്ഷേ കണക്കുകൾ കൊണ്ട് ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട CPM സുഹൃത്തിനെ. അതുകൊണ്ട് UPA സർക്കാർ കൊടുത്ത പണവും NDA സർക്കാർ കൊടുക്കുന്ന പണവും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. 10 വർഷം മുമ്പ് കൊടുത്തിരിക്കുന്ന പണം ഇരട്ടിയാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. നമ്മുടെ GDP വളരുകയാണ്, വിഹിതവും വളരേണ്ടത് തന്നെയാണ്, അതിലൊരു താരതമ്യമില്ല. അത് വളരെ അടിസ്ഥാനരഹിതമായ താരതമ്യമാണ്. അങ്ങേക്ക് മറ്റു പോയിന്റ് പറയാം. ഈ 32-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നുണ്ട്. ശരിയാണ്, അതായത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അടക്കം മൊത്തം റിലീസ് ചെയ്യുന്നതിന്റെ 16% കേരളത്തിലാണ് കൊടുക്കുന്നത് എന്നതടക്കമുള്ള അവകാശവാദങ്ങൾ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേ മധു, കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ധനകാര്യ കമ്മീഷൻ കണക്കിലെടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ടല്ലേ ധനകാര്യ കമ്മീഷന് ഇത്രയും പണം കേരളത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞേ. ആ പൈസ പിടിച്ചു വെക്കാതെ കൊടുത്തിട്ടില്ലേ? ചോദിക്കുന്നതിന് മുമ്പ് കൊടുത്തിട്ടില്ലേ? ഒരിക്കലുമില്ല. പിന്നെ GST കോമ്പൻസേഷൻ്റെ കാര്യം അതിപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായതുകൊണ്ട് സൂചിപ്പിക്കുക. GST നടപ്പിലാക്കുന്ന സമയത്ത് പിണറായി സർക്കാർ പോലും അംഗീകരിച്ചു 5 വർഷത്തേക്കാണ് കോമ്പൻസേഷൻ കിട്ടുക എന്നത്. ആ ധാരണയുടെ പുറത്താണ് GST നടപ്പിലാക്കിയത്. അതിൻ്റെ ഓരോ തീരുമാനത്തിലും കേരളത്തിലെ ധനകാര്യമന്ത്രിക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. GSTയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി മറന്നുകൂടാ. GST കൗൺസിൽ ഇതുവരെ എടുത്ത എല്ലാ തീരുമാനവും കോൺസെൻസസ് മുഖേനയാണ്, യുനാനിമസ് ആയിട്ടാണ്. ഒരിക്കൽ പോലും GST കൗൺസിലിൽ ഒരു തീരുമാനം എടുക്കാൻ വോട്ടെടുപ്പ് വേണ്ടി വന്നിട്ടില്ല. അത്രയും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന GST കൗൺസിലിൻ്റെ തീരുമാനം പുറത്തു വന്നിട്ട് അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളത് സമ്മതിച്ചിരുന്നതാണ്, പക്ഷെ 5 കൊല്ലം കൂടി വേണം, 6 കൊല്ലം കൂടി വേണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള, അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയും ചുമതലയും ഒരു സർക്കാരിനുമില്ല, ഒരു കേന്ദ്ര സർക്കാരിനുമില്ല. അത് CPM-നും അറിയാം. അത് ചൂണ്ടിക്കാണിക്കാതെ വയ്യ. പിന്നെ മാധു ചോദിച്ച കാര്യം, കേരളത്തിൽ വികസനം നടപ്പിലാവണമെങ്കിൽ 2 കാര്യങ്ങളുണ്ട് മാധു. ഒന്ന്, CPM-ൻ്റേതടക്കം രാഷ്ട്രീയ നിലപാടുകൾ മാറണം. ഇവർ 5-8 കൊല്ലമായില്ലേ ഭരണത്തിൽ വന്നിട്ട്? ഏതെങ്കിലും ഒരു 1000 പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനി കേരളത്തിൽ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഏത് പദ്ധതിയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്? ഇവർ നാട് മുഴുവൻ നടന്നു, അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ആരാ കേരളത്തിൽ പണം മുടക്കാൻ വരുന്നേ? കേരളത്തിലുള്ളവർ പോലും പണം കൊടുക്കാൻ കേരളത്തിന് പുറത്തേക്ക് പോകുന്ന സ്ഥിതിയില്ലേ? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് കമ്പനി തുടങ്ങാൻ ബാംഗ്ലൂരാണ് താല്പര്യം ഉണ്ടായത്. എന്തുകൊണ്ടായിരിക്കാം? ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇതാണ് കേരളത്തിൻ്റെ പൊതു അവസ്ഥ. ഇവിടെ നിക്ഷേപിക്കാൻ വരുന്നവരെ ബൂർഷ്വാസിയായിട്ട് കാണുകയും അവനെ തെരുവിൽ നേരിടുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഇവർ വളർത്തിയിട്ടുണ്ട്. അതിൽ മാറ്റം വരുത്താൻ കുറേ ശ്രമങ്ങൾ ശരിയാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്.
നാം നോക്കുകൂലിയിൽ നിർത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് ആരും വരുന്നില്ല. ആ വസ്തുത നമ്മൾ അംഗീകരിക്കണ്ടേ? ഇവർ എന്ത് നടപടി സ്വീകരിച്ചാലും കേരളത്തിൽ നിക്ഷേപം നടത്താൻ ആളുകൾ വരാത്തിടത്തോളം കാലം കേരളത്തിന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടത് രാഷ്ട്രീയമായിട്ട് ഒരു രാഷ്ട്രീയ സംസ്കാരം പുതിയത് കൊണ്ടുവരാൻ CPM ശ്രമിക്കണം. അതിന് അവരെ കൊണ്ട് കഴിയില്ല എന്ന് കഴിഞ്ഞ 8 വർഷം കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ, സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇവിടെ വരുമാനം കൂട്ടാനുള്ള ശ്രമങ്ങൾ വേണം. നമുക്ക് ചില പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് ഇന്ത്യക്ക്, കേരളത്തിന് ശ്രദ്ധിക്കാം. ശരി, ഞാൻ അങ്ങേക്ക് വരാം. എനിക്ക് ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം സൂചിപ്പിച്ചു പോകാനുണ്ടായിരുന്നു. അതായത് ഈ നമ്മൾ കടമെടുക്കുന്നത് മാത്രമല്ല പ്രശ്നം, കടക്കെണിയിലേക്ക് മാറുന്നു എന്നുകൂടി കേന്ദ്രം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ നമ്മൾ കേസിന് പോകുന്നു. 14ാം ധനകാര്യ കമ്മീഷൻ പലിശ ഇനത്തിൽ നൽകുന്ന തുക റവന്യൂ വരുമാനത്തിന്റെ 10% അധികമാകരുത് എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. നമ്മുടെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 10% കൂടുതലാകരുത് നമ്മുടെ കടമെന്നല്ല, നമ്മൾ പലിശ ഇനത്തിൽ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത്. നമ്മൾ 10 രൂപ കടമെടുക്കുകയാണെങ്കിൽ 1 രൂപയിൽ കൂടുതലാകരുത് നമ്മൾ പലിശ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൊടുക്കുന്നത് ഏതാണ്ട് 19.98%. അതായത് 20%. 10 രൂപയാണ് നമ്മുടെ ആകെ വരുമാനമെങ്കിൽ 2 രൂപ നമ്മുടെ കടമോ 2 രൂപ നമ്മുടെ കടം വീടലോ അല്ല, 2 രൂപയാണ് നമ്മൾ പലിശ ഇനത്തിൽ കൊടുക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ ധനകാര്യ മാനേജ്മെന്റ് ഈ പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആ കണക്ക് ശരിയാണെങ്കിൽ അതൊരു വമ്പൻ പരാജയമാണ് എന്നതിന് മറ്റെന്തെങ്കിലും തെളിവ് വേണോ? മധു, അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെന്റ് എടുത്ത കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്ന് അതിനുശേഷം 10-15ഓളം ഗവൺമെന്റ് 10-18ഓളം ഗവൺമെന്റ് മാറി മാറി വന്ന് മുഴുവൻ ഗവൺമെന്റുകളുടെയും കടമാണ്. അതായത് കേരള രൂപീകരണത്തിന് ശേഷമുള്ള മുഴുവൻ കടത്തിന്റെയും പലിശയാണ്. ഞാൻ പറയുന്നത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഇപ്പോൾ പോട്ടെ, ഏറ്റവും കുറഞ്ഞ 5 വർഷം വേണ്ടി ഇപ്പോൾ തുടർഭരണമാണല്ലോ. അപ്പൊ കൂടുതൽ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കാം. മാത്രമല്ല നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഇടത് സാമ്പത്തിക നയങ്ങളുടെ വിജയമാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടല്ലോ അല്ലെ? കേരള മോഡൽ ഇടതുപക്ഷത്തിന്റെ വലിയ സംഭാവനയാണെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ എന്ന രീതിയിൽ കേരളത്തിന്റെ ധന മാനേജ്മെന്റ് ഈ പറയുന്ന 10 രൂപയിൽ 2 രൂപ പലിശ കൊടുക്കുന്ന മാനേജ്മെന്റ് ആണെങ്കിൽ അത് പരാജയമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തെക്കാൾ കൂടുതൽ കടം എടുത്തിരിക്കുന്ന, കടത്തിന്റെ തോതിലുള്ള പലിശ കൊടുക്കുന്ന 8 സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യയിലുണ്ട്. അന്ന് വെച്ചിട്ട് കേരളത്തിന്റെ നല്ല പൊസിഷനാണെന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ 27 വർഷം മാത്രമാണ് LDF ഭരിച്ചത്. 42 വർഷത്തോളം ഈ കേരളം ഭരിച്ചത് UDF ആണ്. കടം എടുക്കാതെ ബഡ്ജറ്റിന് പുറത്തുള്ള വൻകിട വികസന പ്രവർത്തനങ്ങൾ നടക്കില്ല. ഏതു വികസിത രാജ്യമാണെങ്കിൽ പോലും കടമെടുത്ത് ഭാവിയിലേക്കുള്ള പശ്ചാത്തല വികസന രംഗങ്ങൾ നന്നായി മുന്നോട്ട് പോയാൽ മാത്രമേ ഭാവി വികസനം കരുപ്പിടിപ്പിക്കാൻ പറ്റൂ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പശ്ചാത്തല വികസന സൗകര്യ രംഗത്ത് 1.1% അപ്പൊ നമ്മൾ കടം എടുക്കുന്നുണ്ട്. കടം നമുക്ക് എടുക്കാവുന്നതിന്റെ പരമാവധി എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് 1.1% ആണെങ്കിൽ ആ പറയുന്ന കള്ളമല്ലേ അരുൺ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിൽ ഈ ദേശീയപാതയുടെ വികസനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും ദേശീയപാതയ്ക്ക് വേണ്ടി പൂർണ്ണമായി പണം ചെലവഴിച്ചത് കേന്ദ്ര ഗവൺമെന്റ്. 5580 കോടി രൂപ കിഫ്ബി വഴി കണ്ടെത്തി ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ദേശീയപാതയുടെ പണി ആരംഭിക്കാൻ കഴിയുമായിരുന്നു. ഈ കിഫ്ബിയെ തള്ളി പറയുന്ന UDFന്റെ പ്രതീതി മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഒരിക്കലും ഈ കേരളത്തിൽ കിഫ്ബി പണം നിക്ഷേപിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും ആരോപിക്കുന്നുണ്ട്. കിഫ്ബിയിൽ നിന്നെടുത്ത പണമാണ് ഏതാണ്ട് 5000 കോടിയോളം നമ്മുടെ ദേശീയപാത വികസനത്തിന് കേരളം ചെലവാക്കിയത് എന്നുള്ളത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ ചർച്ചയിലേക്ക് ചിന്തു. അതായത് കിഫ്ബിയെ പറ്റി ഈ അഫിഡവിറ്റിന്റെ 30ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഈ കിഫ്ബിക്ക് ഒരു ഇൻകം സോഴ്സ് ഇല്ല. മാത്രമല്ല പലതരത്തിലുള്ള വിമർശനങ്ങൾ ഈ കിഫ്ബിയെ കുറിച്ച് മാത്രമല്ല, അതിനുശേഷം ഈ SSFPL കുറിച്ചും പറയുന്നത് പ്രൊഡക്റ്റീവ് അല്ലാത്ത ഇടങ്ങളിലാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്. വളരെ കാതലായ ഒരു ചോദ്യമാണ്. നമ്മുടെ ദേശീയപാത വികസനത്തിന് സർക്കാരിന് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്ന പണം എന്ന് പറയുന്നത് കിഫ്ബിയിൽ നിന്നെടുത്ത പണമാണ്. നേരത്തെ ദേശീയപാത വികസനത്തിന് കേന്ദ്രം ഓഫ് ബജറ്റായി എടുക്കുന്ന പണം, ഓഫ് ബജറ്റ് ബോറോയിങ് ആയി എടുക്കുന്ന പണം
പ്രൊഡക്റ്റീവായ ഏരിയയിൽ നിക്ഷേപിക്കുന്നുവെന്ന് ജിൻഡോയും പറഞ്ഞല്ലോ. അപ്പോൾ ദേശീയപാത അതോറിറ്റി എന്തിനു നിക്ഷേപിക്കുന്നോ സമാനമായ പ്രൊഡക്റ്റീവായിട്ടുള്ള ഏരിയയിലാണ് നമ്മളും ആ പണം നിക്ഷേപിച്ചത് എങ്കിൽ അതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? മാധു, അതിൽ തന്നെ ആദ്യം മറുപടി പറയാം. ഒന്ന്, 2023 മാർച്ച് 3-ാം തീയതി കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ഏർപ്പെടുത്തിയ KV തോമസ് എന്ന് പറഞ്ഞ നമ്മുടെ ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി പത്രപ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുണ്ട്. നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി 25% കേരളത്തിലെ ദേശീയപാത പറഞ്ഞു തുടങ്ങുമ്പോഴേ മര്യാദ കാണിക്കുന്നത് മര്യാദകേടാണ്. KV തോമസ് പത്രപ്രസ്താവനയോടെ പറഞ്ഞിട്ടുണ്ട് നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ചർച്ചയിൽ തീരുമാനമായി കേരളവും കേന്ദ്രവും തമ്മിൽ ധാരണയായ 25% ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ പണം തിരിച്ചു നൽകാമെന്ന് ചോദിക്കണം. ദേശീയപാത ഈ കേരളത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞ് അതോറിറ്റിയുടെ ഓഫീസ് പൂട്ടി തിരിച്ചുപോയി UDF-ന്റെ കാലത്ത്. താങ്കൾ വരട്ടാൻ നിൽക്കല്ലേ? UDF-ന്റെ കാലത്തെ ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസ് പൂട്ടിപ്പോയി, നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ഞാൻ മറുപടി പറയട്ടെ അരുൺകുമാറെ. ഒരു മര്യാദ വേണ്ടേ? താങ്കൾ പറഞ്ഞപ്പോൾ മുഴുവൻ ഞാൻ കേട്ടിരുന്നില്ലേ? താങ്കൾ പറഞ്ഞല്ലോ 27 വർഷമാണ് LDF ഭരിച്ചോളൂ, ബാക്കി മുഴുവൻ UDF ഭരിച്ചെന്ന്. UDF ഭരിച്ചതിൽ 2016 വരെ കേരളത്തിന്റെ മൊത്തം കടം 1,60,60,000 കോടി രൂപയായിരുന്നു. ഈ പിണറായി വിജയൻ ഭരിച്ച് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടം കഴിയുമ്പോൾ 3,57,000 കോടി രൂപയായിട്ട് അത് വർദ്ധിക്കുക. അതെങ്ങനെയാണ് എന്ന് പറയണ്ടേ നിങ്ങൾ? അപ്പൊ ആ കേരളത്തിന്റെ മൊത്തം കടത്തിന്റെ ചരിത്രത്തിന്റെ ഇരട്ടിയായി മാറുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി ഞാൻ ചോദിച്ച ചോദ്യം താങ്കളിലേക്ക് ഇടപെടുമ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, CAG റിപ്പോർട്ടിലെ 28,258 കോടി രൂപ കേരളത്തിന്റെ മൊത്തം എക്സ്പെക്ടഡ് റവന്യൂന്റെ 24% പിരിച്ചെടുക്കാത്തതിനെ കുറിച്ച് താങ്കൾ മറുപടി പറയണം. ഇനി കേന്ദ്രത്തിന്റെ നോമിനലായിട്ടുള്ള പെൻഷൻ ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് പെൻഷൻ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ജിൻഡു, അതായത് ദേശീയപാത വികസനത്തിന് വേണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന് എടുത്ത് ഏതാണ്ട് 5,000 കോടിയോളം രൂപ കേരളം നിക്ഷേപിച്ചതെങ്കിൽ അത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണല്ലേ എന്നുള്ളതാണ് അരുൺ ചോദിച്ച ചോദ്യം. അതിന് അങ്ങ് മറുപടി പറയണം. അരുൺ ദയവ് ചെയ്ത് ഇടപെടരുത്, പറയൂ. അല്ല, അത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണെങ്കിൽ കേരളത്തിന്റെ കിഫ്ബിക്ക് ആ എഗ്രിമെന്റ്, നിങ്ങളും കേന്ദ്രവും തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കിയ ഈ നിങ്ങൾക്ക് ദേശീയപാതയുടെ ഏതെങ്കിലും ഭാഗത്ത് ഈ 5,000 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം കളക്ട് ചെയ്യാനായിട്ട് ടോള് പിരിക്കാൻ അനുമതി നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് പർപ്പസ് അല്ല. നിങ്ങൾ കേരളത്തിന്റെ വിഹിതം എന്ന് പറഞ്ഞ് നിങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ട് ധാരണ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പണം മാത്രമല്ല നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാകുന്ന വ്യവസായങ്ങൾ, ഇവിടെ ഉണ്ടാകുന്ന വാണിജ്യ മേഖലാ വികസനം, ഇവിടെ ഉണ്ടാകുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാന മൂല്യം, അങ്ങനെ പലതും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. മധു, അത് ഞാൻ പറഞ്ഞു ശരിയാണ്. ദേശീയപാത വികസനം, അടിസ്ഥാന സൗകര്യ വികസനം ഒക്കെ വരുമ്പോൾ നാട്ടിൽ സാമ്പത്തിക രംഗത്ത് വലിയ വിസ്ഫോടനങ്ങൾ വരും. പക്ഷെ അതൊക്കെ ഞങ്ങൾ പറയുന്ന കാലഘട്ടത്തിൽ അതിനൊക്കെതിരെ സമരം ചെയ്ത് തുരങ്കം വെച്ച ആളുകൾ ഇന്ന് അത് പറയുന്നു. നല്ല കാര്യം, അവർക്ക് തിരിച്ചറിവുണ്ടായല്ലോ. പക്ഷേ ഈ കിഫ്ബിക്ക് വേണ്ടി മാത്രം കിഫ്ബി കൊടുത്ത് ഈ 5,000 കോടി രൂപയുടെ ദേശീയപാത പരിപാടിയിൽ മാത്രം നിൽക്കാതെ ആ CAG റിപ്പോർട്ട് പ്രകാരമുള്ള 28,000 കോടി പിരിച്ചെടുക്കാത്തതും, അല്ലെങ്കിൽ ഈ ആളുകൾക്ക് 5 മാസമായിട്ട് പെൻഷൻ കൊടുക്കാത്തതും, കിടപ്പ് രോഗികൾക്ക് 10 മാസമായിട്ട് പെൻഷൻ കൊടുക്കാത്തതും, അതൊക്കെ പറയണ്ടേ? ഇതെല്ലാം കേന്ദ്രത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല അരുൺ. കേരളത്തിന്റെ ധനകാര്യമന്ത്രിക്ക് കേരള സർക്കാരിന് എന്താ ഉത്തരവാദിത്തമുള്ളത്? ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഒറ്റ കാര്യം മാധു, ഒറ്റ കാര്യം, 1 മിനിറ്റ് മതി. ഒറ്റ കാര്യം, ഇവർക്ക് തന്നെ ഒരു ധാരണയുണ്ടെന്ന് സംശയമുണ്ട്. സംസ്ഥാന ധനകാര്യമന്ത്രി പറയുന്നു 57,000 കോടി പിരിക്കാനുണ്ടെന്ന്. ഭരണകക്ഷിയുടെ MLA പറയുന്നു 61,000 കോടി ഉണ്ടെന്ന്. തോമസ് ഐസക് ഫേസ്ബുക്കിൽ എഴുതുന്നു 5,100 കോടി രൂപയാണെന്ന്. ഈ എത്ര കോടി രൂപയാണ് ശരിക്കും കേരളത്തിന് കിട്ടാനുള്ളത്? അരുൺകുമാർ ഒന്ന് പറയാമോ ഈ ചർച്ചയിൽ? ഇല്ല, അതൊക്കെ കൃത്യമായി മറുപടി ഇവിടെ ഉണ്ട്. കണക്ക് വെച്ചിട്ട് തന്നെ മറുപടി ഉണ്ട്. കണക്ക് വെച്ചിട്ട് തന്നെ മറുപടി ഇവിടെ. ഒറ്റ മിനിറ്റ്. അല്ല, കണക്ക് താങ്കൾ പറഞ്ഞോ? കുറച്ചു നേരമായി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, കോവിഡ് കാലത്തിന് ശേഷം 2021-22-ലും 22-23-ലും നികുതി തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ, നികുതി പിരിവിന്റെ കാര്യത്തിൽ കേരളം ഏറ്റവും മുന്നിൽ തന്നെയാണ്. ആളോഹരി നികുതി പിരിവിന്റെ കാര്യത്തിൽ ആദ്യ 5 സംസ്ഥാനങ്ങൾ എടുത്താൽ അതിലൊന്ന് കേരളമാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. നിങ്ങൾക്ക് കേരളം എന്ന് കേൾക്കുമ്പോൾ വളരെ അലർജിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിനും
പ്രക്ഷോഭത്തിനും ഒന്നും നിങ്ങൾ സഹകരിക്കാത്തത്? ഇതെല്ലാം ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട്, ബോധ്യപ്പെടുന്നുണ്ട്. ശരി, ഓക്കെ. നിങ്ങൾ കട്ടുമുടിച്ച് ദൂരത്ത് നടത്തിയിട്ട് നിങ്ങൾ സമരത്തിന് പോകാൻ അതിനൊപ്പം ഞങ്ങളില്ലെന്നേ. മൂന്നാം ഘട്ടത്തിൽ വരാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മുടെ സാമ്പത്തിക രംഗത്തിൽ CPM-ഉം BJP-യും കോൺഗ്രസും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കപ്പുറത്ത് പല ഏജൻസികൾ മുന്നോട്ട് വെക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാമ്പത്തിക പശ്ചാത്തലം നമുക്കുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല ഏജൻസികൾ. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി 2021 പറഞ്ഞത് നമുക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്ന അടിയന്തരാവസ്ഥയുണ്ട് എന്നാണ്. RBI 5 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമുക്ക് കറക്ഷൻ ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. 2026-27 കാലത്ത് നമ്മളുടെ ഡെപ്റ്റ് GSDP റേഷ്യോ എന്ന് പറയുന്നത് 30% നിന്ന് 35% വർദ്ധിക്കും എന്ന ഗുരുതരമായ മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപരമായ സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്നത് മനസ്സിലാക്കിയുള്ള മുന്നോട്ട് പോക്കിന് തുടക്കമിടാനെങ്കിലും ഈ ബജറ്റിന് സാധിക്കേണ്ടതുണ്ട് എന്നതും മുന്നോട്ട് വെക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.